നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇന്ന് ഒരു ചൂടക്കറിയാണ് വെക്കുന്നത്. ഇവിടെ ചൂടാന്ന് പറയുക, നാടൻ ചൂടയാണിത്. ഇത് 1/2 കിലോ ചൂടുണ്ട്, പിന്നെ 3/4 കിലോ വേഡ്സാണ്. അതിൽ 1/4 കിലോ ചൂട ഇവിടെ പൊരിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 കിലോ ചൂടയുടെ നാടൻ ചൂട കറി വയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഇത് നന്നാക്കാനും സുഖമാണ്. ഇത് മഴക്കാലത്ത് ഒക്കെ കിട്ടുന്ന ഒരു മീനാണിത്. ചൂടാന്ന് അവിടെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ് ചൂട. നമ്മൾ അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ പാചകം ചെയ്യാറ്. ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ചട്ടിയുടെ ചോയ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ പാചകം ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് മീൻ എടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ഇതവിടെ ഇതിന് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളാണ്. ഇത് പുളി വെള്ളത്തിലിട്ടിച്ച് കലക്കി വെച്ചതുണ്ട്. ഇതിന് പിന്നെ ഉള്ളത് ചെറിയ ഉള്ളിയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് പാത്രം അടുപ്പത്ത് ചുളി അരിക്കാനൊരു അരിപ്പ പാത്രമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുളി ഒരു അരമണിക്കൂർ മുന്നേ പുളി വെള്ളത്തിൽ ഇട്ടിച്ചിരുന്നു. അത് നമ്മൾ മിക്സാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുളി ഇതിലൊഴിച്ച് ഇങ്ങനെ കൊടുക്കും. പുളി ഇങ്ങനെ ഒഴിച്ചിട്ട് അരിപ്പയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കും. എനിക്ക് വെള്ളം വേണം. പുളി നമ്മൾ ഒരിക്കൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുളി മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, വെള്ളം വെച്ചിട്ട് പുളി വീണ്ടും പിഴിഞ്ഞിൻ്റെ അതിൻ്റെ മുഴുവൻ പുളി എടുക്കണം. മുഴുവൻ പുളി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി എത്രയും നമ്മൾ ആദ്യം മനസ്സിലാക്കുമല്ലോ. ആ പുളി കുറച്ച് പുളിയാണ്. അതിവിടെ മുഴുവൻ നമ്മൾ മാക്സിമം ഇതിൽ ഉപയോഗിക്കും. പുളി ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ അരച്ചു. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ടാണ് ഇവിടെ പാചകം ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ നമ്മൾ മുളകും പൊടി അതിൻ്റെ ഇരട്ടിയായിട്ട് മുളകും പൊടി ഇട്ട്, മീൻ എത്രയാണോ അതിനനുസരിച്ച് മുളകും പൊടി ഇട്ട് ഇനി നമുക്ക് അതിൽ ഉപ്പ് ഇത്രയൊക്കെ ഉപ്പിട്ട് എന്നിട്ട് കലക്കും. ഉപ്പിട്ട് ഇങ്ങനെ കലക്കുക. അപ്പോൾ നമുക്ക് ഇതന്നെ ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല കറക്റ്റ് പാകം ഉണ്ടാവും. കുറച്ച് ടേസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിയാൽ നല്ല ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കുറേ കാലം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാതെ കറക്റ്റായിരിക്കും. പിന്നെ നമ്മൾ വെള്ളം വീണ്ടും ഇതിന് എടുത്തിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 3 ആൾക്ക് കൂട്ടാനുള്ള കറിയാണ്. അപ്പോൾ അതിനനുസരിച്ച മീനിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അത് കറക്റ്റായി. ഇനി നമ്മളെന്ത് ചെയ്യുന്നു, ഇത് അടച്ച് വെച്ചിട്ട് കത്തിക്കുന്നു. പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. കത്തിക്കുന്നു. നമ്മൾ കൂട്ടി വയ്ക്കുന്നു പെട്ടെന്ന് കറിയാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉള്ളിയുണ്ട്. ഈ ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ പ്രധാന ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഈ ചെറിയ ഉള്ളി. അതിപ്പോൾ ഇവിടെ എത്രയാണ് എടുത്തിട്ടുള്ളത്, അത് നമ്മൾ മിക്സിയിൽ ഒരൊറ്റ തിരിഞ്ഞാൽ മതി. ഒരു ചെറിയ ശബ്ദം ഒരൊറ്റ കറങ്ങനോണ്ട് എടുക്കണം, അല്ലെങ്കിൽ ആകെ ചതയും. കുറച്ച് നമുക്ക് മിക്സിയിൽ ഒറ്റ കറക്കൽ കറക്കിയിട്ട് വരാം. ചെറിയുള്ളി ഇതാ നമ്മൾ എടുത്തത് ഇവിടെ മിക്സിയിൽ ഒറ്റ പ്രാവശ്യം കറക്കാൻ പോകുന്നു. ഒരൊറ്റ പ്രാവശ്യം ഓണാക്കിയിട്ട് ഒറ്റ കറക്കുന്നു. അത്രയും മതി. അപ്പോഴേക്കും നോക്കിയാൽ അറിയാം ഉണ്ടാ. അങ്ങനെ ചതച്ച് നമ്മൾ കുറച്ച് നേരം ചതച്ചൊരു പരുവത്തിലാണ് നമുക്ക് ഇതുകൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറി. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മളെ ഈ ഉള്ളി നമ്മളിതിൽ ചേർക്കണം. ചെറിയ ഉള്ളി നമ്മളിതിൽ ഇടുന്നു. തിളയൊന്നും വന്നിട്ടില്ല, തിളയ്ക്കാനൊക്കെ ആവണുള്ളൂ. ഇനി നമ്മൾ ഇതെല്ലാം അതിലിട്ടു. നമ്മളൊന്ന് ഇളക്കി കഴിക്കുന്നു.
ചെറിയ ഉള്ളി ഒന്നും കൂടി കലങ്ങാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. എന്നിട്ട് തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതിനൊക്കെ സെറ്റാക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് പുളി എരിവൊക്കെ നോക്കാം. ഉപ്പ് പുളി എരിവൊക്കെ നോക്കി കറക്റ്റാണ്. വളരെയധികം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റും കൂടി, മീൻ വേവില്ലാത്തത് കാരണം നമുക്ക് ചൂടായതുകൊണ്ട് 2 മിനിറ്റും കൂടി തിളയ്ക്കാം. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം. അപ്പോൾ അത് വീണ്ടും കറി ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഉള്ളിയും മുളകും മഞ്ഞളും ഉപ്പും പുളിയും കൂടി കറക്റ്റായപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൽ കഴുകി വെച്ച, കുറേ പ്രാവശ്യം ഉപ്പിട്ട് കഴുകി വെച്ച മീനാണ്. അത് നമുക്ക് ഒന്നും കൂടി വെള്ളം വെച്ചിട്ട് എടുത്ത് തരാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് ആവശ്യത്തിനുള്ള കറി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് വേവാനായിട്ട് വയ്ക്കാം. നമുക്ക് 10 മിനിറ്റ് സമയമൊന്നും വേണ്ട. ഈ മീൻ വേവ് കുറഞ്ഞ മീനായതുകൊണ്ട് 5 മിനിറ്റ് സമയം മതി. ഈ മീൻ ഇങ്ങനെ വെന്തിട്ടുണ്ട്. പിന്നെ ഗ്യാസാണെങ്കിൽ പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് രുചിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പറാണ് ടേസ്റ്റ്, സൂപ്പറാണ്. ഇതുപോലെ മീനും ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ചോറിലേക്കൊക്കെ നന്നായിട്ട് ടേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മളിതിൽ ചേർക്കുന്ന ഒരു സാധനം, ഒരു സാധനം വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ നമ്മൾ തൂക്കാത്രത്തിൽ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അളവിൽ ഇങ്ങനെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതോടുകൂടി നമ്മുടെ കറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്കിവിടെ അടച്ച് വയ്ക്കാം. ഓഫാക്കാം, അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി വേവും. കുറച്ചിങ്ങനെ തുറന്നിട്ട് അടച്ച് വയ്ക്കാം, ആവി പോയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ചൂട ഇത് ഫ്രൈ ചെയ്തതാണ്. അതായത് ഈ 3/4 കിലോ ചൂട ഉണ്ടായിരുന്നു. അതിൽ അത്ര നേരത്തെ കാണിച്ചതാണ് നമ്മൾ കറി വെച്ചത്. ഇത് ഫ്രൈ ചെയ്തതാണ് ഈ ചൂട. ഇതിൽ ചേർത്ത് നമ്മൾ ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും, നേരത്തെ ക്രഷ് ചെയ്ത പോലെ ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഫ്രൈ എടുത്തതാണ്. നമുക്ക് ഇത് കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് ഇത് കൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ടേസ്റ്റാണ്, തിന്നാൻ സൂപ്പറായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ചോറിനാൻ പറ്റും. ഇനി ഉപ്പേരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നല്ല വിഭവസമൃദ്ധമായ സദ്യയും നല്ല കാൽസ്യമൊക്കെ ഉള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് പോഷകാഹാരത്തിൽ പെടും. നല്ല ടേസ്റ്റിൽ ഊണ് കഴിക്കാൻ പറ്റിയതാണ്. നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.